أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين والعاقبة للمتقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. പ്രിയ ഗാനവന്മാരെ, എൻ്റെ സ്നേഹിതന്മാരെ, ഋഷി ഉസ്താദ് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾ ക്ലാസ് എടുക്കണം. ഏതായാലും അൽഹംദുലില്ലാഹ് നമുക്കൊരു പരിചയപ്പെടലും കൂടിയാണ്. ഉസ്താദ് ഇടയ്ക്ക് പറയും എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലാസ് ഒക്കെ എടുക്കണം, ഉസ്താദ് അങ്ങനെ പറയും. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുന്നത് നല്ലതല്ലേ, ഒരു പരിചയപ്പെടലും കൂടെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഓതി വെച്ച ആയത്ത്, ഇതും ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയൊക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു താലൂക്കുണ്ട്. നമ്മളൊക്കെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വാല മില്ലത്തി ഇബ്രാഹിം എന്നാണ്, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. ആ ഒരു പരമ്പരയിലൂടെ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെയാണ് നമുക്ക് ഹബീബിലേക്ക് എത്തിച്ചേരുന്നത്. ഇബ്രാഹിം നബിയിൽ നിന്നുള്ള ഒരു മില്ലത്താണ്. ബിസ്മില്ലാഹി വഅല മില്ലത്തി ഇബ്രാഹിം എന്നൊക്കെ പറയും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഈ ആയത്ത്, ഈ ഓതി വെച്ച ആയത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാം തമ്മിൽ വലിയ ബന്ധമാണ്. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇബ്രാഹിം നബി എപ്പോഴും പ്രാർത്ഥിക്കാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ, പടച്ചോനെ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവരെ കൂട്ടത്തിൽ പെടുത്തണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന. എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ, ഇസ്മായിൽ നബി കൈക്കുഞ്ഞായിരുന്നപ്പോൾ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്? ആരുമാരുമില്ലാത്ത ഒരു വിജനമായ പ്രദേശമാണ് അന്ന് മക്ക. കഅബയുടെ ഓരത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. അന്ന് സത്യത്തിൽ കഅബ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വെള്ളപ്പൊക്കത്തിൽ അത് പാടെ തകർന്നു പോയിരുന്നു. പാടെ കഅബ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. മുമ്പുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അത് പാടെ തകർന്നു പോയി. പിന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ശരിക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രത്തിലൊക്കെ മനസ്സിലാകുന്ന. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം, നമ്മളൊക്കെ ഒരു കാര്യം പറയാറുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിയെയും തൻ്റെ മകൻ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് ചില ആൾ പറയാം. ഉപേക്ഷിച്ചു തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ കൊണ്ടാക്കി പോകുന്നു എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ അവിടെ താമസിപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ താമസിപ്പിക്കലാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചില ആളുകളൊക്കെ വക്രീകരിച്ചുകൊണ്ട് ആ ചരിത്രത്തെ വളച്ചൊടിച്ചൊക്കെ പറയാറുണ്ട്. അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു തിരിച്ചു പോന്നു എന്നൊക്കെ, കൈക്കുഞ്ഞായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ ആ ചരിത്രം നമുക്ക് നന്നായി ബോധ്യമാണ്. ഹാജറ ബീവി ഇസ്മായിൽ നബി അലൈഹി സ്വലാം കരഞ്ഞപ്പോൾ ഓടിയതും അങ്ങനെയാണ്. സഫാ മർവക്കിടയിൽ ആ സഈ എന്ന് പറഞ്ഞ ഹജ്ജ് ശരിക്ക് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ ത്യാഗസ്മരണകളെ നാം ഒന്നുകൂടെ അയവിറക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെയാണ്. എങ്കിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിലും ആ ഒരു ബന്ധമുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൻ്റെ ആ ഒരു വെളിച്ചത്തിലേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. ربنا, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, എൻ്റെ സന്താന പരമ്പരയെ അല്ലെങ്കിൽ എൻ്റെ സന്താനത്തിനെ ഞാൻ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അസ്കൻതു എന്നാണ് പറഞ്ഞത്, തറക്തു എന്നല്ല. ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ താമസിപ്പിച്ചു. എൻ്റെ സന്താനത്തിനെ ഞാൻ കൊണ്ടുപോയി താമസിപ്പിച്ചു. എൻ്റെ സന്താനങ്ങളിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് എൻ്റെ സന്താനങ്ങളിൽ നിന്നുള്ള ഒരാളെ അല്ലെങ്കിൽ സന്താനത്തിനെ ഞാൻ കൊണ്ടുപോയി താമസിച്ചു. ബിവാദിൻ, ഒരു മലഞ്ചെരുവിലാണ്. സത്യം പറഞ്ഞാൽ മലഞ്ചെരു എന്നാണ് അതിന്. പിന്നെ ഖുർആൻ തന്നെ വാദി എന്ന് പറഞ്ഞാൽ തന്നെ ചെരുവെന്നാണ്. ചെരുവ് ഉണ്ടാവണമെങ്കിൽ മല ഉണ്ടാവണം, അതിനെ ചെരുവിലുണ്ടാവും, മലഞ്ചെരു. വിവാദിന് വൈരിതി സിറൈൻ, അവിടെ കൃഷികളോ ഒന്നുമില്ലാത്ത മലഞ്ചെരുവായിരുന്നു. ഒരു കൃഷിയോ അല്ലെങ്കിൽ ഒരു ആൾ താമസമോ ഒന്നുമില്ലാത്ത വിജനമായ ഒരു സ്ഥലം. അവിടെയാണ് കൊണ്ടുപോയി താമസിച്ചത്. ഇന്ദ ബൈത്തിക്കൽ മുഹറം,
പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ. അതാണ് പരിശുദ്ധമായ കഅബ. പിന്നീട് പുനർനിർമ്മിക്കപ്പെടുകയാണ്. അതിൻ്റെ പശ്ചാത്തലം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കൂടെയാണ് പിന്നീട് അത് രണ്ടാമത് ഇന്നത്തെ കാണുന്ന കഅബയുടെ രീതിയിലേക്ക് കല്ലുകളൊക്കെ ചുമന്നു കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കറിയാലോ മഖാമു ഇബ്രാഹിം ഒക്കെ ഉണ്ട് അവിടെ. മഖാമു ഇബ്രാഹിമിൻ്റെ ബാക്കിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കലൊക്കെ സുന്നത്താണ്. ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അത് മഖാമു ഇബ്രാഹിം, അതൊരു ആസാറിനെ ബഹുമാനിക്കലാണ്. അവിടെ നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. നിസ്കരിക്കൽ സുന്നത്താണ്. ഒരു ആസാറിനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നമുക്കൊന്ന് മനസ്സിലേക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും, ശക്തമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും. ഒരു ആസാറിനെ ബഹുമാനിക്കാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കയറി നിന്ന ഒരു കല്ല് മാത്രമാണ് മഖാം ഇബ്രാഹിം. അത് വേറെ ഒരു ശ്രേഷ്ഠതയില്ല. ഒരു കല്ല്, വെറും കല്ല്. ആ ഒരു വെറും കല്ലിന് അത്രയും ശ്രേഷ്ഠത കൈവരിക്കാനുണ്ടായ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിൻ്റെ മേലെ കയറി നിന്ന. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാദസ്പർശമേറ്റ ആ കല്ലിനെ ബഹുമാനിക്കാൻ അല്ലാഹു തആല പറയാം. ആ കല്ലിനെ ബഹുമാനിക്കൽ അള്ളാഹുവിനോടുള്ള ആരാധനയാണ്. നോക്കണം, ഒരു ബഹുമാനം ആരാധനയായി മാറാം. അല്ലാതെ അവിടെ എന്തില്ല, ആ കല്ലിനെ ആരാധിക്കലല്ല, ആ കല്ലിനെ ബഹുമാനിക്കാനാണ് പറഞ്ഞാൽ. ആ കല്ലിനെ ബഹുമാനിക്കൽ, ആദരിക്കലോടുകൂടെ അള്ളാഹുവിനുള്ള ആരാധനയായി മാറാണ്. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. ആ കല്ലിൻ്റെ സംവിധാനം എങ്ങനെയായിരുന്നു വെച്ചാൽ, പിന്നെ ആ കഅബയുടെ മീതേക്ക് കല്ലൊക്കെ ഉയർത്തി വെക്കാൻ വേണ്ടി കല്ല് പൊങ്ങുമായിരുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ലിഫ്റ്റ് സംവിധാനം ആ കല്ലിന് അല്ലാഹു തആല കൊടുത്തിരുന്ന. കല്ല് പൊന്താത്തോടത്തേക്ക് കല്ല് ഏറ്റി വെക്കാൻ അതിന് സംവിധാനിച്ചതാണ് കല്ല് അതിനനുസരിച്ച് കല്ല് ഏറ്റി വെക്കുമ്പോൾ ഒന്ന് എകരം കൂടും. അങ്ങനെ ആ ഒരു സംവിധാനത്തിലുള്ള കല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി എന്താണ്, അപ്പോൾ ഇതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സംഗതി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടിയാണ് പിന്നീട് കഅബ പുതുക്കി പണിതെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതും വെച്ചത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ ആ ബൈത്തുൽ മുഹറമിൻ്റെ അടുത്തിൽ എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുപോയി താമസിച്ചു. റബ്ബനാ ലിയുഖീമുസ്സലാ, എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോയി താമസിച്ചത്? ലിയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഹജ്ജിലേക്ക് മാത്രമല്ല അവരുടെ ത്യാഗസ്മരണകൾ പോകുന്നത്, നിസ്കാരത്തിലേക്കും ഒരു ബന്ധം വരുന്നുണ്ട്. ലിയുഖീമുസ്സലാം, ഇത് ഖുർആനാണ്. ഖുർആനിൽ ഇബ്രാഹിം നബി പറയാണ് ലിയുഖീമുസ്സലാ, നിസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. നിസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടിയെയും ഞാൻ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. താമസിപ്പിക്കുന്നത് തന്നെ എവിടെയാ കൊണ്ടുപോയി താമസിച്ചത്? ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലം. ഒരാളുമില്ല, വിളിച്ചാൽ വിളി കേൾക്കാൻ പറ്റുന്ന ഒരാൾ പോലും അടുത്തെങ്ങുമില്ല. അതുകൊണ്ടാണല്ലോ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ദാഹം വന്നപ്പോൾ ഹാജറ ബീവി സൊഫായുടെയും മർവായുടെയും കുന്നിൻ്റെ മുകളിൽ ഓടി നോക്കിയത് എന്തിനാണ്? അപ്പുറത്ത് സൊഫാ മലയുടെ അപ്പുറത്ത് കൂടെ ആരെങ്കിലും യാത്രാ സംഘം പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് വല്ല വെള്ളമോ മറ്റൊന്നും കിട്ടുമോ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് സഫാ മലയുടെ മുകളിൽ കയറുന്നത്. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്ന് മർവാ മലയുടെ മുകളിൽ കയറിയത് അപ്പുറത്ത് ആരെങ്കിലും യാത്രാ സംഘം പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് വല്ല വെള്ളമോ ഭക്ഷണമോ കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസം സംവിധാനിക്കാൻ വേറെ തീരുമാനമെടുത്തിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രങ്ങളാണ്, അതിലേക്ക് പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ലിയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തലാണ്, നിസ്കരിക്കലല്ല ഫർള്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിസ്കരിക്കലല്ല ഫർള്, നിസ്കാരം നിലനിർത്തലാണ്. നിസ്കാരം നിലനിർത്തണം, അതാണ് ഫർള്. നിസ്കാരം നിലനിർത്തുക, അങ്ങനെ തന്നെയാണ്. നിസ്കരിക്കൽ ഫർള് എന്നല്ല, നിസ്കാരം നിലനിർത്തൽ. അപ്പോൾ ആ നിസ്കാരം അത് നമുക്ക് നിർബന്ധമാണ്. അത് പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ ജമാഅത്തായിട്ടാണ് അത് നിർവഹിക്കേണ്ടത്. പള്ളിക്കടുത്തുള്ള താമസിക്കുന്ന ആളുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ അഭികാമ്യമല്ല. അവർക്ക് പള്ളിയിൽ ആ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് എന്നാണ്. ഒരു പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിൽ വെച്ചല്ലാതെ നിസ്കാരം നിസ്കരിച്ചാൽ സ്വഹീയാവൂല എന്ന് വരെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു രീതി സംവിധാനമൊക്കെ നമ്മൾ പല ആളുകളെയും നിസ്കാരം ഒഴിവാക്കാൻ ഒരിക്കലും നമുക്ക് എന്തില്ല, ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ കർമ്മമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ മഹ്ശറയിൽ ആദ്യമായി ഹിസാബ് ചെയ്യപ്പെടുന്നത് അത് നിസ്കാരത്തിനെ കുറിച്ചാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധ ഘടകമാണ്, നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കിടക്കുന്നത് അത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് 5 വക്ത് നിസ്കാരം. ദീനിൻ്റെ തൂണിൽ പെട്ടതാ നിസ്കാരം, ഈമാൻ കഴിഞ്ഞാൽ പിന്നിതാ വിസ്താരം, വിജയം അതിൽ ഉണ്ടെന്ന് വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ. മഹാനായ തഴവ ഉസ്താദ് തൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ദീനിൻ്റെ തൂണിൽ പെട്ടതാ നിസ്കാരം. അസ്വലാത്തു ഇമാദുദ്ദീൻ,
നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ തൂണാണ്. ഒരാൾ അതിനെ നിലനിർത്തിയാൽ ദീനിനെ നിലനിർത്തിയതാണ്, ഒരാൾ അതിനെ ഒഴിവാക്കിയാൽ അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞവനെ പോലെ. കാരണം തൂണ് പിന്നെ കുറേ അതിനെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ അത് പൊളിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം നിലനിൽക്കുന്നത് തൂണിൻ്റെ മീതെയാണെങ്കിൽ ആ തൂണ് പോയാൽ ആ ബിൽഡിങ് പൊട്ടിച്ചാടും. അതിന് അതേ അവസ്ഥയാണ്, അത് ഖറാബായി പോകും. അപ്പോൾ ദീന് ഒരു ആൾ ഇസ്ലാം ദീന് വേണോ അവൻ നിസ്കാരം നിലനിർത്തിക്കൊള്ളണമെന്നാണ്. അപ്പോൾ അതിൽപ്പെട്ടതാണ്. എന്നതുപോലെ തന്നെ ഈമാൻ കഴിഞ്ഞാൽ പരലോകത്ത് മഹ്ശറാവൻ സഭയിൽ ആരുമാരും സഹായത്തിനില്ലാത്ത ഒരു സ്ഥലമാണ് മഹ്ശറ. നമ്മുടെ ഹിസാബ്, നമ്മുടെ വിചാരണ ചെയ്യപ്പെടുന്ന, നമ്മുടെ നന്മകൾ തിന്മകളൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ആ മഹ്ശറയിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നു ഈമാൻ കഴിഞ്ഞാൽ. ഈമാനുണ്ടോ ഇല്ലേ, പിന്നെ അതാണ് ആദ്യത്തെ ചർച്ച. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊന്നും പിന്നെ അവനക്ക് ചോദ്യം ഉണ്ടാവില്ല എന്ന് വരെ കാണാൻ സാധിക്കും. നമ്മുടെ തഴവസ്ഥാൻ്റെ ബൈത്തുൽ വസല്ലം വിജയം അതിൽ ഉണ്ടെന്ന് വന്നാൽ പിന്നെ നിറുത്തുള്ളതാ മറ്റെല്ലാം തന്നെ, മറ്റുള്ളതൊന്നും പിന്നെ ചോദ്യമില്ല. നിസ്കാരത്തിൽ ഒരാൾ ജയിച്ചാൽ പിന്നെ അവൻ കഴിച്ചില്ല എന്നാ, പിന്നെ ബാക്കിയുള്ള വിചാരണയിലൊക്കെ അവൻ രക്ഷപ്പെടും. കാരണം നിസ്കാരത്തിൽ അവൻ രക്ഷപ്പെട്ടു. ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പേരിൽ നിർബന്ധ ബാധ്യതയാണ്. അത് അവൻ ഒരു ദിവസം 5 നേരം നിർവഹിക്കേണ്ടതാണ്. എന്താണ് നിസ്കാരം? അതിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കിയാൽ ഇതിപ്പോൾ ഒരു എന്തല്ല വയലല്ല, ഒരു ചെറിയ ക്ലാസ് പോലെയാണ്. അപ്പം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊക്കെ അറിയാം, സലാം കൊണ്ട്, പിന്നെ എന്താ പറയുക, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട്, നിയ്യത്തോടു കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. ആ നിയ്യത്തോടു കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളാണ്. എപ്പോഴാണ് ഇത് അവസാനിക്കുക? സലാം കൊണ്ടാണ് അവസാനിപ്പിക്കുക. അപ്പോൾ നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക കർമ്മങ്ങളുണ്ട്, ചില പ്രത്യേക വാക്കുകളുണ്ട്. അതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അതിൽ പ്രത്യേകമായ ഒന്നാമത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വജ്ഹ് തോതും. അത് കഴിഞ്ഞാൽ പ്രത്യേകമായത് ഫാത്തിഹയാണ്. അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ശരിക്ക്, ഫാത്തിഹയിലെ ഹർഫുകൾ, ഷദ്ദുകൾ, മഖ്റജുകൾ, സിഫാത്തുകളൊക്കെ ശരിയായിരിക്കണം എന്നാണ്. ആ ഫാത്തിഹ ശരിയായില്ലേ നിസ്കാരം ശരിയാവില്ല. ഫാത്തിഹ നിർബന്ധമാണ്. ഒരു ദിവസം 17 പ്രാവശ്യം നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്, ചുരുങ്ങിയത്. കാരണം 17 റക്അത്തുകൾ. ആ ഫാത്തിഹ ഒരു മനുഷ്യൻ്റെത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരത്തിൻ്റെ സാധുതയെ, സുഹത്തിനെ അത് ബാധിക്കും. അപ്പോൾ ഫാത്തിഹ നമുക്ക് ശരിയായിരിക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്, രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാമാണ്, മൂന്നാമത്തത് ഖിയാമാണ്. നിൽക്കാൻ കഴിവുള്ള ആൾ നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്, ഇരുന്ന് നിസ്കരിക്കുക. ഇന്നത്തെ ഇരുന്ന് നിസ്കാരം പഴയ ഇരുന്ന് നിസ്കാരം രണ്ടും മാറ്റാണ്. ശരിക്കും ഇരുന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കസേരയുള്ള ഇരുത്തല്ല, ഇരുന്ന് ചമ്രം പടിഞ്ഞിരിക്കലാണ്. പിന്നെ ഇപ്പോൾ ഒന്നുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കസേരകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ആ ഇരുത്തം അങ്ങനെ വന്നത്. എന്തായാലും അതിൻ്റെ മസാലയിലേക്ക് പോകില്ല. അങ്ങനെ പിന്നെ പറയുന്നത് ഫാത്തിഹയാണ്. നാലാമത്തെ ഫർള് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതലാണ്. ആ ഫാത്തിഹയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാത്തിഹയിൽ അറിയാതെ വന്നു പോകുന്ന തെറ്റുകൾ കുറച്ചുണ്ട്, അറിയാതെ. ഇപ്പോൾ ഉദാഹരണം പറയാം, അർറഹ്മാനി റഹീമീം, അർറഹ്മാനി റഹീം മാലിക്കി. കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അർറഹ്മാനി റഹീം മാലിക്കി ഓതിയത് തെറ്റാണ്. നമ്മളിപ്പോൾ ഓതണ കേട്ടാലോ ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. അർറഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചുണ്ട് എടുക്കണം, അർറഹ്മാനി റഹീം മാലിക്കി. കാരണം രണ്ടും മീമാണ്. അർറഹ്മാൻ ചേർത്തി ഓതുകയാണ്, പിന്നെ അവിടെ എങ്ങനെ ഓതണം? അർറഹ്മാനി റഹീമി മാലിക്കി എന്ന് ഓതണം. അപ്പോൾ 2 മീം, അല്ലെങ്കിൽ ഒരു മീം. നമ്മൾ ചുണ്ട് പൂട്ടിയിട്ട് എപ്പോഴാണോ ചുണ്ടെടുക്കണത് അത്ര സമയം ആ ഒരു മീം മാത്രമേ വേണം. അപ്പോൾ ഒരു മീം അവിടെ പോകും. ഫാത്തിഹയിൽ ഒരു അക്ഷരം നഷ്ടപ്പെട്ടു, നിസ്കാരത്തിൻ്റെ സുഹത്തിനെ ബാധിക്കും, അഥവാ നിസ്കാരം ബാത്തിലാവാൻ സാധ്യതയുണ്ട്. നിസ്കാരം ബാത്തിലാവാൻ സാധ്യത എന്നല്ല, നിസ്കാരം ബാത്തിലാവും. കാരണം ഫർളിന് വല്ലതിനും ഭംഗം സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ അവിടെ നമ്മൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കണം. ഖുർആൻ നേരത്തെ ഓതിയത് കൊണ്ടാണ് അതിലേക്ക് ഇതിനെ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അർറഹ്മാനി റഹീം ചുണ്ടെടുക്കണം. പിന്നെയാണ് മാലിക്കി എന്ന് ഓതേണ്ടത്. മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്ത്. ചുണ്ട് സ്വാദൊക്കെ ഉച്ചരിക്കുമ്പോൾ ശരിക്കും ചുണ്ട് പൂടാൻ വേണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ. അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ എന്നാണ് മിക്കവാറും ഓതുകളൊക്കെ നമ്മൾ കേൾക്കുക. ചില ആളുകൾക്ക് വളരെ ചിന്തിക്കേണ്ട, വളരെ മനസ്സിലാക്കേണ്ട ഒരു രംഗമാണ് അവിടെ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ. അവിടെ ശരിക്ക് അലൈഹിം വ എന്ന് തന്നെ പറയണം. കാരണം
അത് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് വാവ്, മീമ്, ഫാ, ബാ. ഇതൊക്കെ അത് സാക്കിന മീമിന്റെ ഹുക്മ പറയുന്നിടത്ത് സാക്കിന മീമാണ്. അലൈഹിം എന്ന് പറഞ്ഞിടത്ത് സുക്കൂനുള്ള മീം, അതിനാണ് സാക്കിന മീം എന്ന് പറയാം. വലദ്ദാലിൻ എന്ന് പറഞ്ഞ പിന്നെ വാവാണ് തുടങ്ങുന്നത്. സാക്കിനായ മീമിന് ശേഷം മീം, വാവ്, ഫാ, ബാ ഇതിൽ ഏതെങ്കിലുമൊക്കെ വരണം. മീമല്ല, സാക്കിന മീമിന് ശേഷം വാവ്, ഫാ, ബാ ഇതൊക്കെ വന്നാൽ വളരെ ശ്രദ്ധിക്കണം. അതിൽ മീമ്, ഫാ അല്ല വാവ്, ഫാ ഇത് വരികയാണെങ്കിൽ വളരെ ഇൽഹാർ ചെയ്യണമെന്നാണ്. ശക്തമായിട്ട് ഇൽഹാർ വേണമെന്ന് ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണമെന്നാണ്. അലൈഹിം വാ അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ചിലപ്പോൾ അല്ലെങ്കിൽ ഇദ്ഗാമായി മാറും. അലൈഹിം വാ എന്ന് പറയുമ്പോൾ ഇദ്ഗാമായി മാറും. സാക്കിന മീം ശേഷമുള്ളതിലേക്ക് ചേർന്ന് വരികയാണ്. അത് നമ്മൾ ഒഴിവാക്കണം. നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ആ കാര്യം നേരത്തെ നമ്മൾ ഓതിയപ്പോൾ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചുരുക്കി പറയാം, അങ്ങനെ ഫാത്തിഹയാണ്. നമ്മൾ ഫാത്തിഹയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം അള്ളാഹുവിനെ സനാ ചെയ്യണം. അള്ളാഹുവിനെ സ്തുതിച്ച് നമ്മളൊരു കാര്യം ഒരാളടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അയാളൊന്ന് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടില്ല, വലിയൊരു ഇതാണ്. നമ്മൾ സാധാരണക്കാരത്തൊരു സംഗതിക്ക് പോകണമെങ്കിൽ അയാളൊന്ന് പൊക്കി പറയാന്ന് പറയില്ല. അയാളെ പൊക്കി പറഞ്ഞാണ്ട് നമ്മൾ കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് ഒന്നുകൂടി ഉഷാറിൽ സാധിക്കും. എന്ന പോലെ അള്ളാഹുവിനെ സനാ ചെയ്യണം, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം, അള്ളാഹുവിനൊന്ന് പുകഴ്ത്തുകയാണ്. ആദ്യത്തെ ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, നീ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ അള്ളാഹുവിൻ്റെ പിന്നെ ആ ഇഷ്ടത്തെ നമ്മൾ നേടുകയാണ്. പിന്നെ നമ്മളെ കാര്യം ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. പിന്നെ നമ്മുടെ കാര്യം പിന്നെയാണ് ചോദിക്കണേ. അപ്പോൾ ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് പിന്നെ ചോദിക്കണം. എന്തായാലും ആ നിസ്കാരത്തിനെ നാം നിലനിർത്തൽ നമുക്ക് നിർബന്ധമാണ്.